ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഗോവൻ യാത്രയിലെ അവസാന ഡെസ്റ്റിനേഷനായ കളാങ്കോട്ട് ബീച്ചിലാണ് ഞാനിന്നുള്ളത്. കളാങ്കോട്ട് ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോവയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ്. ഈ ബീച്ചിനെ ക്വീൻ ഓഫ് ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ബീച്ചുകളുള്ള സ്ഥലമാണല്ലോ ഗോവ. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ബീച്ച് തന്നെ എന്ന് പറയാം കളാങ്കോട്ട് ബീച്ച്. നോർത്ത് ഗോവയിലാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന പ്ലേസും കൂടിയാണ്. ഗോവയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ബീച്ചാണ് കളാങ്കോട്ട് ബീച്ച്. അവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റിയുള്ള ഒരു ബീച്ചാണിത്. ഒരുപാട് ഷോപ്പുകളും നൈറ്റ് ലൈഫിന് പേര് കേട്ട ഒരു ബീച്ചാണ് കളാങ്കോട്ട് ബീച്ച്. ഗോവയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഒരു ബീച്ചും കൂടിയാണിത്. ഞാൻ ഓഫ് സീസണിലാണ് പോയത്, അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ പോയ ബീച്ചുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ബീച്ചാണിത്. ബീച്ചിൻ്റെ ഒരു വശത്തായിട്ട് മുഴുവനായിട്ടും റെസ്റ്റോറൻറ്റുകളാണ്, ബാർ അറ്റാച്ച്ഡ് റെസ്റ്റോറൻറ്റുകൾ. അതുപോലെ തന്നെ ബീച്ചിലേക്ക് പോകുന്ന വഴിയും എല്ലാം ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ലിക്കർ ഷോപ്പുകൾ, ഫുഡ് കോർട്ടുകൾ, നമ്മുടെ സ്നാക്സുകൾ വിൽക്കുന്ന ഷോപ്പ്, കരകൗശല വസ്തുക്കൾ, ഡ്രസ്സുകൾ, ഒരുപാട് ഡ്രസ്സുകൾ, ബീച്ചിൽ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബീച്ച് ഡ്രസ്സുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള വലിയൊരു പർച്ചേസിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ടൂറിസ്റ്റുകൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലം കൂടിയാണ്. നൈറ്റ് ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് തന്നെയാണല്ലോ. റെസ്റ്റോറൻറ്റ്, ഡാൻസ് ബാറുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ഉള്ള ഒരു വലിയൊരു ബീച്ച് തന്നെയാണിത്. കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഒരു ബീച്ചാണ്. ഞാൻ പോയ സമയത്ത് കടൽ നല്ല പ്രക്ഷുബ്ധമായിരുന്നു. ഞാൻ ഓഫ് സീസൺ ആയതുകൊണ്ട് മഴയുള്ള സമയത്താണ് പോയത്. അതുകൊണ്ട് കടലിൽ നല്ല വെള്ളം കയറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ, ഒരുപാട് ഐ ലവ് ഗോവ എന്നൊക്കെ എഴുതിയ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഒരുപാട് ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റ്, ലിക്കർ ഷോപ്പുകൾ. ഗോവയിൽ ഗോവൻ ഫെന്നി വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതൊക്കെ അതിൻ്റെ ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഡ്രസ്സുകൾ, കരകൗശല വസ്തുക്കൾ, അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ഇങ്ങനെ നീണ്ടു നിരന്ന് കിടക്കുന്നുണ്ട്.
ഒരുപാട് സമയം ചിലവഴിച്ചു ഈ ബീച്ചിൽ, ഭക്ഷണമൊക്കെ കഴിച്ച്. അങ്ങനെ ഞങ്ങൾ ഗോവയിലെ 4 ദിവസത്തെ ടൂർ പ്രോഗ്രാം ഞങ്ങൾ അവസാനിപ്പിച്ച് പോവുകയാണ് ഉണ്ടായത്. നല്ലൊരു ട്രിപ്പായിരുന്നു 4 ദിവസത്തെ ഗോവൻ യാത്ര. ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തു. എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരുപാട് വീഡിയോസ് വരുന്നതായിരിക്കും, ട്രാവൽ വീഡിയോസ്, ഫുഡ് വീഡിയോ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോസൊക്കെ ഒമാനിലെ വിശേഷങ്ങളുമായിട്ടായിരിക്കും. ഈ ഗോവൻ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരൊക്കെ ചാനൽ കയറി ഗോവയിലെ വീഡിയോസൊക്കെ കാണണം. അപ്പം ഈ ചെറിയൊരു വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ആൾ. ബൈ ബൈ.